അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നത് എൻ്റെ അമ്മ മാതാവ് മാത്രമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ശേഷമാണ് എനിക്കിങ്ങനെയൊരു സാക്ഷ്യം പറയാനൊരു അവസരം കിട്ടിയത്. എൻ്റെ പേര് മേബിൾ മാത്യു. ഇത് എൻ്റെ മമ്മി ജെസ്സി. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. 2023 സെപ്റ്റംബർ മാസം 9 തീയതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. അതിനുണ്ടായ കാരണം, എനിക്ക് സോറിയാസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. 2 വർഷത്തോളമായിട്ട് അതുണ്ടായിരുന്നു. പക്ഷേ അത് സോറിയാസിസ് എന്ന രീതിയിലേക്ക് വന്നത് മനസ്സിലാക്കിയത് കുറച്ച് വൈകിയാണ്. ആദ്യം എൻ്റെ 2 കൈകളിൽ തൊലി പോകുന്ന പോലെ അങ്ങനെ ഒരു രോഗം പോലെയാണ് വന്നത്. സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. സോപ്പ് ഉപയോഗിക്കാൻ ഭയങ്കരമായിട്ട് നീറുമായിരുന്നു. അപ്പോൾ സോപ്പിൻ്റെ അലർജി ആണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ അത് കൂടി വന്നു, ഭയങ്കരമായിട്ട് നീറ്റിൽ വന്നു. തുണിയൊന്നും വാഷ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കുളിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കുളിക്കുന്ന സോപ്പ് പോലും ഉപയോഗിക്കാൻ പറ്റുകയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ആശുപത്രി ചെന്നപ്പോൾ ആശുപത്രിയിൽ ഡോക്ടർ പറഞ്ഞു, അത് സോപ്പിൻ്റെ അലർജിയാണ്, കുഴപ്പമില്ല, മാറിക്കോളും, ഞാൻ ഓയിൽമെൻറ്റ് തരാം, ഗുളിക ചൊറിച്ചിലുണ്ടെങ്കിൽ ഗുളികയും തരാമെന്ന് പറഞ്ഞു. അത് കഴിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അതങ്ങ് നല്ലപോലെ വാടി കുറഞ്ഞു. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോയി. ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടത് ഒന്നുകൂടെ വന്നു. പക്ഷെ പിന്നെ വന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമായ രീതിയിലാണ് വന്നത്. അതായത് എൻ്റെ 2 കയ്യിൽ മൊത്തം വിരലും ചൊറിഞ്ഞിട്ട് പൊട്ടി പഴുത്തു. ഞാനൊരു പെണ്ണാണ്, നിങ്ങൾക്കറിയാം. ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം ജോലി വീട്ടിൽ ചെയ്യാൻ പറ്റും, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മമ്മിയെ സഹായിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഉടുപ്പ് പോലും ഇടാൻ പറ്റുന്നില്ല. എനിക്ക് തലമുടി ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു തലമുടി പകുതി വെട്ടി വരെ കളഞ്ഞു. എനിക്ക് ഒരു പണി നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് എനിക്ക് അവതരിപ്പിക്കണമെന്ന് അറിയത്തില്ല. അത്രമാത്രം ഞാൻ അനുഭവിച്ചു. എൻ്റെ 2 കൈയിൽ നിറച്ചും ഈ സോറിയാസിസ് ആയിരുന്നു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു പോയി, ദൈവമേ, ഇത് കാലയിലായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു, നീ എന്തിനു ഇത് കയ്യെ തന്നോന്ന് വരെ ഞാൻ ആലോചിച്ച് പറഞ്ഞു പോയി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്കും നീരായിരുന്നു എൻ്റെ കൈ നിറച്ചും. അതായത് എൻ്റെ കൈക്ക് തന്നെ ഒരു 2 കിലോ വെയിറ്റിൽ വരെ നീരുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് എൻ്റെ വിരൽ മടക്കാൻ പറ്റുന്നില്ല, വിരൽ നൂർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു എൻ്റെ കൈ. ഒരിക്കലും എൻ്റെ ഈ കൈ തിരിച്ചു കിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത്രത്തോളം ഞാൻ വേദന അനുഭവിച്ചു. ഒരിക്കലും ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്ര വേദന. ഞാൻ ഉടമ്പടി എടുത്തു. 2023 സെപ്റ്റംബർ 9 വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെയായാലും എൻ്റെ മാധവനെ മാത്രം സുഖപ്പെടുത്താൻ പറ്റുള്ളൂ. മാതാവ് ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ട് സുഖപ്പെടുത്തും. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കൃപാസനത്തിലെ ഓരോ സാക്ഷ്യവും ഞാൻ കേൾക്കുമായിരുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സാക്ഷ്യങ്ങൾ, സാധാരണക്കാരുടെ സാക്ഷ്യങ്ങളാണേലും അതെല്ലാം ഞാൻ വളരെ ഭക്തിയോടെ കേൾക്കുമായിരുന്നു. എനിക്ക് ഉടമ്പടി എടുത്ത്, പക്ഷെ ഞാൻ ഉടമ്പടി കറക്റ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യത്തെ ആ ഒരു 3 മാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്തില്ല, പള്ളിയിൽ പോയില്ല. അപ്പം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എനിക്ക് കൈക്ക് വയ്യല്ലോ, ഞാൻ അപ്പം എങ്ങനെ ചെയ്യും, ഇങ്ങനൊരു വിചാരത്തിൽ ഞാനിരുന്നേ. പക്ഷേ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന് അച്ഛൻ ഓരോ ക്ലാസ്സിലും പറയുന്നുണ്ട്. ഉടമ്പടി ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യണം, അതായത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്, ഉടമ്പടിയുടെ മെയിൻ കണ്ടൻറ്റ്. അപ്പം ഞാൻ ഒരു രോഗിയായെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ദൈവം എന്നിലൂടെയാണ് ആഗ്രഹിക്കുന്നത്, ഞാനാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ, ആദ്യത്തെ തവണ പുതുക്കി കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം പുതുക്കി കഴിഞ്ഞ് പോയപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും ഞാൻ ചെയ്യും, ഞാൻ പള്ളിയിൽ പോവും, ഞാൻ എൻ്റെ കൈക്ക് വയ്യെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചത്തോറുമുള്ള എല്ലാ കാരുണ്യപ്രവൃത്തിയും വളരെ ഭംഗിയായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ പൊതിച്ചോറ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കൊടുക്കുമായിരുന്നു ചെയ്ത്, അത് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ചെയ്ത്. കാരണം ഞങ്ങൾ വീടിന് കുറേ അകലെയാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ വരെ പോയി രാവിലെ ചോറ് കെട്ടി പോയാൽ പോലെ ചോറ് നല്ലപോലെ തണുത്തു. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ചൂട് ചോറ് അവർ ആഗ്രഹിച്ചിരിക്കുന്നവരായിരുന്നു. അപ്പം ഞങ്ങളത് ചോറ് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ, എൻ്റെ വയ്യാത്ത കൈ കൊണ്ട് തന്നെ ഞാൻ ചുമന്ന് അത് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. എൻ്റെ കൂടെ എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ ചേട്ടായും വരുമായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് എനിക്ക് ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ഉടൻ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടിയതായിരുന്നു. ഒരു സാക്ഷ്യം പറയാനുള്ള രീതിയിൽ സൗഖ്യം കിട്ടിയായിരുന്നു. പക്ഷെ അവിടെ ഒരു നെഗറ്റീവ് എനർജി പോലെ, ഞാൻ അന്ന് സാക്ഷ്യം പറയേണ്ട വ്യക്തിയായിരുന്നു, ഒരു നെഗറ്റീവ് എനർജി പോലെ എൻ്റെ തളർത്തി കളഞ്ഞൊരു കാര്യം
ഞങ്ങൾ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ഫാമിലിയായിരുന്നു. ഞങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകും, പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കിടും, പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോകും, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകും. അപ്പം നാട്ടുകാരെല്ലാവരും, പപ്പായാണ് എന്നും പള്ളിയിൽ പോകും. അപ്പം നാട്ടുകാരാണ് മൊത്തം കളിയാക്കുകയായിരുന്നു. എന്നും പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്താന്നൊക്കെ ഒരു രീതിയിലായിരുന്നു ഞങ്ങളോടുള്ള പുച്ഛം. അപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരറിയല്ലേ, എൻ്റെ രോഗത്തെക്കുറിച്ച് അറിയല്ലേ, എനിക്കിങ്ങനെ വന്നത് അറിയല്ലേ എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ഞാൻ സാക്ഷ്യം പറയണ്ട, ഇപ്പം പറയണ്ടെന്ന് വെച്ച് തന്നെ ഇരുന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയോടെ അവിശ്വസ്തതയെ കാണിച്ചത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനന്ന് ആരെയും പേടിക്കില്ലായിരുന്നു. എൻ്റെ മാതാവിനെ ഈശോനെ സാക്ഷ്യപ്പെടുത്തേണ്ട അവസരം ഞാൻ ഒരിക്കലും കളയാൻ പാടില്ലായിരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയേണ്ടതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതെനിക്ക് മാതാവിനോട് പറഞ്ഞു. ഞാനൊരു ദിവസം ഒരു പള്ളിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയെ സൗഖ്യപ്പെടുത്തി. ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ഏറ്റുപറച്ചിൽ കുറച്ച് വൈകിപ്പോയി. അതിന് മുന്നേ എനിക്ക് ഈ അസുഖം പിന്നീട് തിരിച്ചു വന്നു. അതുപോലെ തന്നെ വേദനയോടുകൂടെ തന്നെ തിരിച്ചു വന്നു. എനിക്ക് പിന്നീട് അച്ഛൻ്റെ ക്ലാസ്സിൽ മനസ്സിലായി. അച്ഛൻ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, ഉടമ്പടി നമുക്ക് പാകപ്പിഴകൾ വരും, പല രീതിയിലും വരും. അത് എനിക്ക് പാകപ്പിഴ വന്നല്ലോ എന്ന് പറഞ്ഞ് കാറ് കൂവി നടന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് മനുഷ്യനാണ്, നമ്മൾ തെറ്റുപറ്റും. നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് തെറ്റ് പറ്റിയാൽ പോലും നമ്മൾ ഡയറക്റ്റായിട്ട് ഈശോയോട് പറയുക. ഒരു നാണവും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് ഈശോയോട് പറയാൻ പറ്റും. അച്ഛൻ്റെ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്. യൂദാസിന് വരെ വേണമെങ്കിൽ മാനസാന്തരത്തിനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ, ആ യൂദാസ് തെറ്റ് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഈശോ ക്ഷമിക്കുമായിരുന്നു. ഈശോയോട് അത് പറഞ്ഞില്ല. ആ കുറ്റബോധം വന്നങ്ങ് സൂയിസൈഡ് ചെയ്യുകയാണല്ലോ ചെയ്ത്. അപ്പം ആ വാക്കിൻ്റെ ഹൃദയത്തിൽ തട്ടി. അപ്പം അത്രത്തോളം അച്ഛൻ്റെ ആ വാക്ക് എന്നെ സ്പർശിച്ചു. അപ്പം ഞാൻ യുദാസൊന്നും അല്ലല്ലോ, എന്തായാലും ഞാനത് ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ. ഞാനത് അതുപോലെ തന്നെ ഈശോയെ, ഞാനിങ്ങനെ നാട്ടുകാർ വിചാരിക്കുന്നവർ തന്നെയാണ് സാക്ഷ്യപ്പെടുത്താതിരുന്നത്. എന്നോട് ക്ഷമിക്കണം, എന്നെ അമ്മ മാധവൻ്റെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാക്കണമെന്ന് തന്നെ ഞാൻ തുടരെ പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴൊക്കെ നല്ല ബോധത്തോടെ ഇരിക്കുന്നു, അതായത് ഉറങ്ങുമ്പോഴൊഴികെ ബാക്കി എല്ലാ സമയവും ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് തന്നെ ഇരുന്നേ, ചെറുതായിട്ട് വാടി വരുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞങ്ങൾ ഏകദേശം ഒരു 3:15 വെളുപ്പിന് 3:15 ഞങ്ങളിവിടെ വന്നു. അപ്പോൾ ഗേറ്റ് തുറന്നില്ലായിരുന്നു. ഞങ്ങൾ അവിടെയുള്ള മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ മുന്നേ വന്ന് നിന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുല്ലപ്പൂവിൻ്റെ ഭയങ്കരമായിട്ട് സുഗന്ധം. അപ്പം എനിക്കും വന്നു, പപ്പായും പറഞ്ഞു, മമ്മിയും പറഞ്ഞു. ഞങ്ങൾക്ക് 3 പേർക്ക് അത് വന്നു. അതെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നെന്നറിഞ്ഞു മാതാവ് ഇവിടുന്ന് വന്നതാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നെ അത്രത്തോളം കരുതുന്നൊരു മാതാവാണ്. അപ്പോൾ മാതാവ് അവിടെ വന്നു. ആ സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കാത്തടില്ല. ചിലർക്ക് ഒരു 5 മിനിറ്റ് ആയിരിക്കും. പക്ഷേ എനിക്കൊരു 3/4 മണിക്കൂർ ആ സുഗന്ധാഭിഷേകം, ആ ഗേറ്റിലിരിക്കുന്ന സെക്യൂരിറ്റി സാറ് ഞങ്ങളെ ഇവിടെ കയറ്റിയിരുന്ന് ഞങ്ങൾ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതോടെ വരെ അതേ 3/4 മണിക്കൂർ എൻ്റെ കൂടെ ആ സുഗന്ധാഭിഷേകം മാതാവിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു, മാതാവ് ഞാൻ വിശ്വസിച്ചു, നീ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആ സെക്കൻഡിൽ ആ സുഗന്ധാഭിഷേകം നിന്നു. അപ്പോൾ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കൽ എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ കാലുകുത്തിയത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ പ്രാവശ്യം സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് ബോധത്തോടെ തന്നെയാണ് വന്നത്. ഞാൻ ഇവിടുന്ന് പോയി പ്രാർത്ഥനയെ മുഴുകി തൈലും തേച്ചുകൊണ്ട് തന്നെ ഇരുന്നു. നല്ലതുപോലെ അത് കുറഞ്ഞു വന്നു. അപ്പം സമയം ഇതിപ്പോൾ ഡിസംബർ ആദ്യത്തോളം എത്തി. അപ്പോൾ ഞാനോർത്ത്, മാതാവേ, എനിക്കിനി സാക്ഷ്യം പറയാൻ പറ്റിയാൽ നല്ലപോലെ കുറഞ്ഞെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, എല്ലാവരും കാണിച്ചു വേണം എനിക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ സാക്ഷി ഈ ഡിസംബറിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന മാതാവിനോട് പറഞ്ഞു. ഫസ്റ്റ് ഞാനങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ കൊന്തയിൽ പ്രാർത്ഥിക്കുന്നൊക്കെ ഒരാളാണ്. പക്ഷെ ഒരിക്കലും ഈശോയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ നിരാശ വന്ന സമയം മുതൽ എൻ്റെ പ്രാർത്ഥനയുടെ വഴി മാറി ഞാൻ ഈശോയോട് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. അതായത് ഞാൻ സങ്കടം പറയുന്നു, ഞാൻ എൻ്റെ ഈശോയോട് വഴക്കുണ്ടാക്കുന്നു, മാതാവിനോട് ഞാൻ എൻ്റെ സങ്കടം പറയുന്നു. പക്ഷേ ആ സെക്കൻഡിൽ ഒരിക്കലും എനിക്ക് എന്നെപ്പോലെ ഒരാൾക്കൊന്നും അങ്ങനെ ഒരു അനുഭവം വരല്ലാത്തതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയും മാതാവും തിരിച്ചെന്നോട് സംസാരിക്കാൻ തുടങ്ങി. നിന്നെ ഞങ്ങൾക്ക് വേണം, ഒരിക്കലും കൈവിടില്ല. ഞാൻ ഈ മാതാവ് എന്നോട് പറഞ്ഞത്, ഞാൻ കൃപാസനത്തിൽ നിന്നെ കൊണ്ടുവന്നത് നീ കരയാനല്ല, ഒരിക്കലും നീ കരയാനല്ല കൊണ്ടുവന്നത്, നിന്നെ രക്ഷിക്കാനാണ്, നിൻ്റെ ജീവിതം എനിക്ക് വേണം. ഇങ്ങനെ പറയുന്ന ഒരു മാതാവിനെ ഞാൻ എന്തുകൊണ്ട് ഇത്രയും വൈകി ഞാൻ സാക്ഷ്യപ്പെടുത്തി എന്ന് ഞാനിപ്പം ഖേദിക്കുന്നു. എനിക്ക് വളരെ
ഈ ഡിസംബർ ആദ്യം തന്നെ എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു. ഞാനൊരു ദർശനം കാണുവാണ് ചെയ്തത്. അതായത് ഡിസംബർ ആദ്യം ഒരു 1-ാം തീയതിയുടെ അടുത്ത് ഒരു ദർശനം കണ്ടു. പക്ഷേ അത് വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ പീഠത്തിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മാതാവിൻ്റെ അടുത്ത് വന്നെന്ന ആ കാര്യം ആദ്യമായിട്ട് പറയണമെന്ന്. ഞാൻ കണ്ട ദർശനം, മാതാവ് ഞാനപ്പോൾ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ഡിസംബറിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലേ, 31 കഴിഞ്ഞ് പോകുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം മാതാവ് ഈ പീഠത്തിൽ ഈ മൈക്ക് എൻ്റെ കയ്യിലോട്ട് എടുത്ത് തന്നൊരു സ്വപ്നം ഞാൻ കണ്ടു. ഞാൻ ഈ കളറുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടിരുന്നത് ആ സ്വപ്നത്തിൽ. അങ്ങനെ ഒരു ദർശനമാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു പാടുപോലും ഇല്ലാതെ എൻ്റെ 2 കൈ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി. എനിക്ക് എല്ലാവരെയും പോലെ കൈ ചലിപ്പിക്കാം, എല്ലാവരെയും പോലെയുള്ള, അതായത് നല്ല കൈ എനിക്ക് തന്നു. കുറച്ച് തിക്നെസ് കുറവാണ് കൈക്ക്, എൻ്റെ സ്കിന്നിന് കുറച്ച് തിക്നെസ് കുറവാണ്. കാരണം അത്രത്തോളം ഇത് ഫിംഗർ പ്രിൻ്റ് എല്ലാം മാഞ്ഞു പോയിരുന്നു, അത്രത്തോളം പൊട്ടി പഴുത്തായിരുന്നു. അപ്പോൾ കുറച്ച് കട്ടി കുറവാണ്. ഇനി അതും കൂടെ ഒന്നും ആയി കിട്ടിയാൽ മതി, ബാക്കി എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം എൻ്റെ മാതാവിനെ ഈശോയ്ക്കും ഒരുപാട് നന്ദി, പറഞ്ഞു തീരാത്തത്ര നന്ദി. അടുത്ത സാക്ഷ്യം, എൻ്റെ മമ്മി ഉടമ്പടിയിലാണ്. മമ്മിക്ക് ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മമ്മിക്ക് 2 വർഷമായിട്ട് കാലിൽ വെരിക്കോസ് വെയിൻ്റെ രോഗം ഉണ്ടായിരുന്നു. അത് ആദ്യം കുഴപ്പമില്ല, ഞരമ്പിങ്ങനെ തടിച്ച് വരുന്നേ ഉള്ളായിരുന്നുള്ളൂ. പിന്നീട് അത് പൊട്ടിയിട്ട് പഴുത്തു. അപ്പം ഞാൻ ഓർത്തു, എനിക്കും അസുഖം, മമ്മിക്കും അസുഖം, മമ്മി കിടന്നു പോയി ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്നിട്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്നു, മാതാവ് നീ എന്നെ സുഖപ്പെടുത്തിയില്ലല്ലോ, മമ്മിയെ സുഖപ്പെടുത്തണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് ആദ്യത്തെ പുതുക്കുന്നതിന് മുന്നേ തന്നെ മമ്മിക്ക് 100 ദിവസം ആയപ്പോഴത്തേക്കും മമ്മിക്ക് കാലിന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. മമ്മി തൈലം മാത്രം പുരട്ടിയേ പ്രവർത്തിച്ചുള്ളൂ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഈ കാര്യത്തിന് ലോകത്ത് ഒരിടത്തും മരുന്നില്ല, വേണമെങ്കിൽ സർജറി ചെയ്യാം, പക്ഷെ അത് ചിലരുടെ ഞരമ്പിൻ്റെ അവസ്ഥ പോലിരിക്കും, ചിലർക്ക് ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ടു. ഈ അസുഖത്തിന് ഒരിക്കലും മരുന്നില്ല, ഒരിടത്തും മരുന്നില്ലെന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ജസ്റ്റ് ക്ലീൻ ചെയ്ത് മാത്രമേ മമ്മി വിടുള്ളായിരുന്നു. അതുപോലെ പൊട്ടിപ്പഴുത്തായിരുന്നു. തൈലം പുരട്ടിയതിൻ്റെ ഫലമായിട്ട് അതുകൊണ്ട് മാത്രം മമ്മിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഈ കാര്യം മമ്മിയുടെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് 4 പേർക്കും അല്ലാതെ, എനിക്കും പപ്പായ്ക്കും മമ്മിക്കും ചേട്ടായിക്കും അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആർക്കും മമ്മിയുടെ അസുഖത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. കാരണം അത് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടുകാർ മുഴുവൻ കളിയാക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, പള്ളിയിൽ പോകുന്നവരല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ, ഞങ്ങൾക്കൊരു ഗതിയില്ലാത്തതൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഞങ്ങൾ അത്രത്തോളം കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് എന്നോട് ഈശോ പറഞ്ഞു, അവരെ അല്ലല്ലോ ഞാൻ സെലക്ട് ചെയ്ത്, നിന്നെയല്ലേ സെലക്ട് ചെയ്ത്, കളിയാക്കുന്ന അവർക്കല്ലല്ലോ കൃപാസനത്തിൽ വരാൻ പറ്റിയത്, നിന്നെയല്ലേ വരുത്തിയത്. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നൊരു ഈശോയ്ക്കും മാതാവിനും കൂടി നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് കൊന്ത ചെല്ലുന്ന അത് എണ്ണം കൂടി. എനിക്ക് എത്രത്തോളം കൊന്ത ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കൊന്തലി മാതാവിനെടുത്തു. കാരണം എൻ്റെ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ഞാൻ മാതാവിനെ ഉപേക്ഷിച്ച ഒരാളാണ്. കാരണം ഒരുപാട് രോഗാവസ്ഥയിലും പീഡാവസ്ഥയിലൊക്കെ വന്നപ്പം ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാതാവും ഈശോയും വേണ്ടാന്നൊക്കെ രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയൊരു വ്യക്തിയായിരുന്നു. കാരണം സഹനങ്ങൾ വന്ന് മറ്റുള്ളവരുടെ കളിയാക്കുകളൊക്കെ വരുന്നത് കൊണ്ട്. പക്ഷേ ആ മാതാവ് ഉള്ളത് കൊണ്ടാണ് എന്നെ കൃപാസനത്തിൽ എത്തിച്ചത്. അത് ഞാൻ ഇവിടെ ലോകത്തോട് വിളിച്ചു വരുന്നു. എൻ്റെ കൂടെ മാതാവ് ഉള്ളതുകൊണ്ടാണ് എന്നെ കൃപാസനത്തിൽ എത്തിച്ചത്. മറ്റൊരു വഴിക്കുമല്ല ഞാൻ വന്നത്. എങ്ങനെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഞങ്ങൾ സാക്ഷ്യത്തോടെ അല്ല വരുന്നത്. എനിക്കൊരാൾ ഒരു പത്രം പോലും തന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയത്തില്ല. കൃപാസനത്തെക്കുറിച്ച് എങ്ങനെ ഞങ്ങൾ അറിഞ്ഞെന്ന് അറിയത്തില്ല. മാതാവ് ഞങ്ങൾ എത്തിച്ചതാണ് ഇവിടെ. മമ്മി ഒരു വാക്ക് നന്ദി പറയാൻ നേർന്നിരുന്നു. മമ്മിയുടെ കൊടുക്കാം. എന്നെ സുഖപ്പെടുത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി രേഖപ്പെടുത്തുന്നു. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26, 27 തിരുവചനങ്ങൾ. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് അതികഠിനമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂട്ടുകാരൊക്കെ വന്ന ജോബിനോട് എതിർസ്വരങ്ങൾ ദൈവത്തെ നിഷേധിക്കുവാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ജോബ് പറയുന്ന വാക്കുകളാണ്:
എൻ്റെ ചർമ്മം അടർന്നു പോയാലും എൻ്റെ മാംസത്തിൽ ദൈവത്തെ കാണും. എത്ര കണ്ട് പീഡകളിലൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ ദൈവത്തെ ഞാൻ നിരന്തരം സ്തുതിക്കും. മകളുടെ വാക്കുകൾ നമ്മളെല്ലാവരുടെയും വല്ലാതെ കണ്ണു നിറയിക്കുന്നതാണ്. എത്ര കണ്ട് ക്ലേശത്തിലൂടെ, അപമാനത്തിലൂടെ, ശാരീരിക അസ്വസ്ഥതകളിലൂടെ മകൾ കടന്നുപോയെന്ന വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ഗുരുതരമായ സോറിയാസിസിൻ്റെ വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ മകൾ ഇന്ന് തൻ്റെ ഇരുകരങ്ങളും കാട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി കൃപാസനം അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇതമ്മ മാതാവ് എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന്. മറ്റാർക്കും സൗഖ്യപ്പെടുത്തുവാനാവാത്തത്, മരുന്നുകൊണ്ട് പൂർണ്ണമായി സുഖപ്പെടാത്തത്, പരിശുദ്ധമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് തൻ്റെ വിശ്വാസത്തെയും അമ്മയുടെ അരികിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പ്രാർത്ഥനകളെയും എൻ്റെ കണ്ണീരിനെയും അമ്മ മാതാവ് കണ്ട് എനിക്കത് രോഗത്തിനുള്ള സൗഖ്യമാക്കി തന്നുവെന്നാണ്. മകൾ പറയുന്നുണ്ട്, മകൾക്ക് കിട്ടുന്ന സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സന്ദേശങ്ങൾ, ഓരോ അവസ്ഥയിലും അമ്മ മാതാവിൻ്റെ പ്രസൻസ്, സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് മകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നാശത്തിനുള്ള രോഗമല്ല, ദൈവമഹത്വത്തിനുള്ള അടയാളമാണെന്ന് മകൾക്ക് രോഗത്തിൻ്റെ തീവ്രനാളുകളിൽ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. രോഗം നമ്മളെ നശിപ്പിക്കുവാനുള്ളതല്ല, രോഗം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണെന്ന് ഈ മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ അമ്മ വെരിക്കോസിൻ്റെ വലിയ ദൈന്യതയിലൂടെ കടന്നു പോകുമ്പോഴും അതും ഉടമ്പടി തൈലം പൂശി പൂർണ്ണമായ സൗഖ്യം നേടിയതിൻ്റെ സാക്ഷ്യവും ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. രണ്ട് രോഗങ്ങളും അതതിൻ്റെ അവസ്ഥയിൽ വളരെ ക്ലേശപൂർണ്ണമാണ്, പ്രയാസകരമാണ്, വേദനിപ്പിക്കുന്നതാണ്. ആ രണ്ട് രോഗങ്ങൾക്കും അമ്മയ്ക്കും മകൾക്ക് ലഭിച്ച സൗഖ്യാനുഭവത്തെയാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന സന്ദേശം, ജീവിതം എത്ര കണ്ട് അത് പ്രതീക്ഷിക്കുന്നിടങ്ങളിൽ നിന്ന് മാറിപ്പോയാലും, സങ്കടങ്ങളേറിയാലും, പരാജയങ്ങളും ദുരിതങ്ങളും ഒന്നൊഴിയാതെ കുടുംബത്തെയും ജീവിതത്തെയും പിന്തുടർന്നാലും ഈശോയിലും പരിശുദ്ധ അമ്മയിലും പൂർണ്ണമായ ശരണത്തോടുകൂടി ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. അത് പാടാവില്ല. അത് അമ്മ മാതാവ് തിരുക്കുമാരന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർവാധികം ശക്തിപ്പെടുത്തും, സൗഖ്യപ്പെടുത്തും, കൂടുതൽ ക്വാളിറ്റിയുള്ളവരായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. മകളതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്, എല്ലായിടത്തും ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുവെന്നാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ, നന്ദിയോടെ അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് നല്ല കരഘോഷത്തോടു കൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നതിന് 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ സിജു. ഞാൻ പാലാരിവട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. അമ്മ 2019 തൊട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് കാരണം ഉടമ്പടി ബ്രേക്കായി. പക്ഷേ എന്നാലും അമ്മയുടെ ഒപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് 8th തൊട്ട് എനിക്ക് പുറത്തു പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം, കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു 8th തൊട്ട് പുറത്ത് പോയി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ 10th ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഓസ്ട്രേലിയയിലേക്ക് നോക്ക്, ഓസ്ട്രേലിയയിൽ നമുക്ക് പോവാം, എന്നിട്ട് നമുക്ക് അവിടെ നിനക്കുള്ള സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്യാമെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ ചേച്ചി വഴിയാണ് എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ തൊട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ +2 എനിക്ക് +2 മാർക്ക് എനിക്ക് 90% അബവ് മാർക്ക് വേണമായിരുന്നു. പക്ഷേ അത് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്ക് ഉന്നത വിജയം കിട്ടാൻ വേണ്ടിയായിരുന്നു. +2 ഉന്നത വിജയം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയപ്പോഴത്തേക്കും എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു.
മാത്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കൂടെ പറ്റിയില്ല. എനിക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നല്ല വിഷമമായിരുന്നു. അപ്പം എക്സാം കഴിഞ്ഞ് ഞാൻ ഏപ്രിൽ മാസം 28-ാം തീയതി ഞാൻ ഇവിടെ വന്നു. ഈ വർഷം 28-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 5-4 മാർക്ക് മാത്രം എനിക്ക് 60-ൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് 54-56 ആ റേഞ്ചിൽ തന്നെ എനിക്ക് മാർക്ക് കിട്ടി. +2 ഞാൻ പാസ്സായി. അതും 3A+, 3A ആയിട്ട് ഞാൻ പാസ്സായി. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് മുമ്പ് അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് 89% മാർക്ക് എനിക്ക് കിട്ടുമെന്ന് അമ്മ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം റിസൾട്ട് വന്ന് മാർക്കൊക്കെ കൂട്ടി പെർസെൻറ്റേജ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് 89.5% ആയിട്ട് എനിക്ക് അമ്മ മാതാവ് എനിക്ക് മാർക്ക് തന്നു. അപ്പോൾ എനിക്ക് എനിക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാൻ വേണ്ടി സ്പീച്ച് പാത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 90% എബവ് മാർക്ക് വേണമായിരുന്നു. അപ്പോൾ ഈ മാർക്കായിട്ട് ഞാൻ ഏജൻസിയിൽ പോയപ്പോഴത്തേക്കും ഏജൻസിക്കാർ പറഞ്ഞത് ഈ മാർക്ക് വെച്ച് കിട്ടത്തില്ല, സ്പീച്ച് പാത്തോളജിക്ക് അഡ്മിഷൻ കിട്ടില്ല, കാരണം അത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പോരാത്തതിന് നല്ല മാർക്ക് വേണം, 20 സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ അതിന്. അപ്പോൾ നല്ല മാർക്ക് തന്നെ ഇപ്പോൾ ഇതിന് വേണം, അതുകൊണ്ട് കിട്ടില്ല, കോഴ്സ് മാറ്റാൻ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല വിഷമമായി എനിക്ക്. കാരണം എനിക്ക് സ്പീച്ച് പാത്തോളജിയിലേക്ക് ഞാൻ കൂടുതൽ അന്വേഷിച്ച് എനിക്ക് അതിനായിട്ട് ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ വേറൊരു കോഴ്സിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനെ കാണണമെന്ന് തോന്നി, ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ റിസൾട്ട് വന്ന അന്ന് തന്നെ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി നോക്കി. പക്ഷേ എൻ്റെ ഉടമ്പടി ഒരു പ്രാവശ്യം പോലും പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലിൻ്റൺ അച്ഛനെ വന്ന് കണ്ടു. ക്ലിൻ്റൺ അച്ഛൻ പറഞ്ഞു, നീ എന്തായാലും ഇതിനായിട്ട് മുന്നോട്ട് പോകും. പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് റിപ്ലൈ ആയിരുന്നു, മുന്നോട്ട് പോകും, നമുക്കപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണം, നമുക്ക് അപ്പോൾ അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കോഴ്സുമായിട്ട് അഡ്മിഷൻ വെച്ചപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ആവശ്യമായിട്ട് വന്നത് എൻ്റെ PT സ്കോറായിരുന്നു. PT സ്കോർ 65 എബവ് മാർക്ക് ഓവറോൾ വേണം. അപ്പം ആദ്യത്തെ പ്രാവശ്യം PT എഴുതിയപ്പോഴത്തേക്കും എനിക്ക് 65 ഓവറോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഡിവിജ്വലി 65 കിട്ടിയില്ല. 2 ഇതിൽ എനിക്ക് മാർക്ക് കുറഞ്ഞുപോയി. അങ്ങനെ രണ്ടാമത് എഴുതാനുള്ളൊരു മനസ്സെനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ കോഴ്സ് മാറ്റാനുള്ള ഇതിൽ തന്നെ വന്നു. എൻ്റെ ചേച്ചി സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചി എന്നെ വീണ്ടും പറഞ്ഞു, സിവിൽ എഞ്ചിനീയർ നോക്കണ്ട, നീ സ്പീച്ച് പാത്തോളജി തന്നെ നോക്ക്, അതിനുവേണ്ടി നീ ഒന്നുകൂടെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സോടെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം PT എഴുതി. PT എഴുതിയപ്പോഴത്തേക്കും ഞാൻ വലിയ രീതിക്കൊന്നും പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ പോലെ തന്നെ അത്ര ഇതിലൊന്നും ഞാൻ പഠിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എനിക്ക് PTക്ക് സ്കോർ വന്നപ്പോഴത്തേക്കും 72 ഓവറോൾ എനിക്ക് കിട്ടി. ഇൻഡിവിജ്വലി 65, എല്ലാത്തിനും എബവ് ഉണ്ടായിരുന്നു. അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ PTക്ക് എക്സാമിന് എഴുതാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഉപ്പും തൈലവും പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ക്ലാസ്സിൽ എക്സാമിന് എഴുതാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൻ്റെ അവിടെയൊക്കെ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അങ്ങനെ എനിക്ക് PTക്ക് സ്കോർ കിട്ടി. പിന്നെ അതിനുശേഷം ITRൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ 15 lakhs എബവ് എന്തോ കാണിക്കണം, 10 lakhs എബവ് കാണിക്കണം അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ITR ചെയ്തത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ITR ചെയ്തപ്പോഴത്തേക്കും 10 lakhs ബിലോ ആയിരുന്നു, 9 lakhs എന്തോ റേഞ്ചിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് പറ്റില്ലായിരുന്നു. അങ്ങനെ ITRൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ തന്നെ അടുത്ത വർഷത്തെ ITR റിട്ടേൺസ് അടക്കാൻ പറ്റി. അതും 50 lakhs ആയിട്ട് തന്നെ അടക്കാനും പറ്റി. അങ്ങനെ ITRൻ്റെ പ്രശ്നം സോൾവ് ആയി. പിന്നെ ലോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ലോണിൻ്റെ കാര്യം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 14-ാം തീയതിക്കുള്ളിൽ തന്നെ എനിക്ക് ലോൺ കിട്ടണം, എനിക്ക് ലോൺ സാങ്ഷൻ ആവണം തന്നെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലോൺ 14-ാം തീയതി തന്നെ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ലോൺ കിട്ടി, സാങ്ഷനായി കിട്ടി. പിന്നെ ലോണിൻ്റെ പേരിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട്, ഡിവൈഡഡ് ഷെയർ ആയതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇത്രയും എമൗണ്ടിൽ ലോൺ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ ഞാൻ ബാങ്കിലെ മാനേജർ, ലോണിൻ്റെ മാനേജർ, പുള്ളി അവിടെ വീടെടുക്കുകയും അവിടെ റെൻറ്റിന് താമസിച്ചിരുന്ന അങ്ങള് ലീവ് എടുക്കുകയും
ആ വീടെടുക്കുകയും എന്നിട്ട് ആ ലോണിൻ്റെ പേപ്പേഴ്സ്, പുള്ളി ലോൺ വഴിയാണ് വീടെടുത്തത്, അപ്പോൾ ആ ലോണിൻ്റെ പേപ്പേഴ്സും കൂടെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് കിട്ടി. കാരണം പഴയ കുറേ പേപ്പേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ അങ്കിൾ വഴി കുറേ പേപ്പേഴ്സ് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ലോൺ പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ റെഡിയാക്കി കിട്ടുകയും ചെയ്തു. എല്ലാത്തിനും കാശ് രൂപം കൊണ്ടുപോകാമായിരുന്നു. ഞാനിപ്പോൾ എക്സാമിനായാലും ലോണിൻ്റെ കാര്യത്തിനായാലും എല്ലാത്തിനും കാശ് രൂപം ഞാൻ കൊണ്ടുപോകാമായിരുന്നു. ഞാൻ ഇപ്പോൾ ക്ലാസ്സിന് പോവുകയാണെങ്കിൽ കൂടെ കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നെ ഞാൻ എപ്പോഴും വെക്കും. പിന്നെ സ്കോളർഷിപ്പിൻ്റെ ഞാൻ ഈ സിവിൽ എഞ്ചിനീയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം സ്കോളർഷിപ്പൊന്നുമില്ല, നല്ല എമൗണ്ട് വരുന്നുള്ളതുകൊണ്ട് എനിക്കൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, സ്കോളർഷിപ്പ് ഇല്ലാണ്ട് ഇത്രയും എമൗണ്ട് അടക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ട് എന്നുള്ളൊരു ഇതിലുള്ളതുകൊണ്ട് സ്കോളർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റാൻ വേണ്ടി നോക്കി. പക്ഷേ എന്തോ സ്പീച്ച് പാത്തോളജിക്ക് വെച്ച് ആദ്യം സ്പീച്ച് പാത്തോളജിക്ക് വെച്ച് രണ്ടാമത് സിവിൽ എഞ്ചിനീയറിങ്ങിനായിട്ട് ഓപ്ഷൻ വെച്ചു. പക്ഷേ എനിക്ക് സ്പീച്ച് പാത്തോളജിക്ക് തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനൊപ്പം തന്നെ അൺകണ്ടീഷണൽ ഓഫ് ലെറ്റർ വന്നപ്പോഴത്തേക്കും എനിക്ക് 25 lakhs എന്തോ സ്കോളർഷിപ്പ് കിട്ടി. അറൗണ്ട് അത്രയും എനിക്കത് ഏറ്റവും വലിയൊരു റിലീഫായിട്ട് എനിക്ക് കിട്ടി സ്കോളർഷിപ്പ്. ഒരിക്കലും സ്കോളർഷിപ്പ് സ്പീച്ച് പാത്തോളജിക്ക് ഇല്ല എന്ന് പറഞ്ഞതാണ്. ആ കോഴ്സിന് തന്നെ എനിക്ക് സ്പീച്ച് പാത്തോളജിക്ക് സ്കോളർഷിപ്പ് കിട്ടി. പിന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം നവംബർ 11 ഞാനിവിടെ വന്നു. അച്ഛനെ കാണണം, അച്ഛനെ കണ്ടിട്ട് വിസയ്ക്ക് വെക്കാമെന്നുള്ള മൈൻഡിലായിരുന്നു. പക്ഷേ അച്ഛൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല, അച്ഛന് ഒരു യാത്രയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ ടോക്കൺ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് തന്നെ വിസയ്ക്ക് വെക്കണം, അല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് വിസയ്ക്ക് വെക്കുന്ന ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ വിസയ്ക്ക് വെക്കണേ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ വിസയ്ക്ക് വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും പാരൻസിൻ്റെ അഫിഡവിറ്റ് ഓഫ് സപ്പോർട്ട് വേണമായിരുന്നു. അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഇവിടെ നിർത്തിയിട്ട് അപ്പയും അമ്മയും കൂടെ തിരിച്ച് പാലാരുടെ അടുത്ത് പോയി അവിടെ ചെന്ന് സ്റ്റാമ്പ് പേപ്പറിലൊക്കെ ചെയ്ത് നോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് എനിക്ക് അയച്ചു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വിസയുടെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ മാതാവിൻ്റെ ഈ സന്നിധിയിൽ വെച്ച് തന്നെ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. എനിക്കത് വിസ കിട്ടും എന്നുള്ളൊരു എനിക്ക് ഏറ്റവും ഒരു ഇതായിട്ടെന്ന് വെച്ചത് എനിക്ക് ഇവിടെ നിന്ന് ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു വിശ്വാസത്തിലായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് വിസ വരാൻ ലേറ്റായി. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വന്നു, മാസ്റ്റേഴ്സിനൊക്കെ ഉള്ളവരുടെയൊക്കെ വന്നു, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ വന്ന് ഞാൻ കണ്ടു. അച്ഛനൊന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. പിന്നെ തിരിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയി. എനിക്ക് ഇന്നലെ എൻ്റെ വിസ വന്നു. വിസ വന്നപ്പോഴത്തേക്കും കറക്റ്റ് 1 മാസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. കാരണം എൻ്റെ ഒപ്പം PT പഠിച്ച കൊച്ച് അവൾക്ക് 2 മാസം എടുത്തു. കറക്റ്റ് 2 മാസം എടുത്തു. അപ്പോൾ അവൾ എന്നോട് വിഷമം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കറക്റ്റ് 2 മാസം എടുത്തു. എനിക്ക് കറക്റ്റ് 1 മാസത്തിനുള്ളിൽ എനിക്ക് വന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെയാണ് വന്നത്. കാരണം ഇപ്പോൾ അവിടെ ഡിസംബറിൽ വെക്കേഷൻ തുടങ്ങുക. ഡിസംബറിൽ വെക്കേഷൻ തുടങ്ങിയാൽ പിന്നെ അവർ ജാനുവരി കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാസം തന്നെ എനിക്ക് വിസ വന്നു. അത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നി. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു കുടുംബത്തോടെ പ്രാർത്ഥന ചൊല്ലണം, ഒരു മുടക്കം കൂടാതെ പ്രാർത്ഥന ചൊല്ലണമെന്ന്. അപ്പം എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അപ്പയും അമ്മയും എപ്പോഴും എന്നോട് പറയും. എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരും. ഇപ്പോൾ ബൈബിൾ വായിക്കാൻ വേണ്ടി മടി കാണിച്ചില്ല, അമ്മ പറയും ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ നിർബന്ധം പിടിക്കാമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പയും അമ്മയും ആയിട്ട് നിൽക്കുമായിരുന്നു കൂടെ തന്നെ. പിന്നെ കുടുംബ പ്രാർത്ഥന എപ്പോഴും അപ്പയും അമ്മയും ഞാനും അനിയത്തിയും കൂടെ ഒരുമിച്ചാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ അപ്പയ്ക്ക് ദൂരത്താണ് വർക്കെങ്കിലും അപ്പോൾ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്തിട്ടായാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ, ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ പോലും ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. നേരത്തെയൊക്കെ സിനിമാ പാട്ടും ഒക്കെ കേട്ടിട്ട് പോകുന്ന ഞങ്ങളിപ്പോൾ ധ്യാനവും അച്ഛൻ്റെ ധ്യാനവും പിന്നെ സാക്ഷ്യങ്ങളും ഒക്കെ കേട്ടിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇന്ന് വന്നപ്പോൾ കൂടി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടിട്ടാണ് വന്നുകൊണ്ടിരുന്നേച്ചേ. പിന്നെ അപ്പയ്ക്ക് ഇത്രയും നാൾ അപ്പോൾ വർക്ക് എടുത്തുകൊണ്ടിരുന്ന വെച്ചത് ഒരു അപ്പയുടെ ഫ്രണ്ടിൻ്റെ കമ്പനിയുടെ പേരിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം അപ്പയ്ക്ക് പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങാൻ പറ്റി. അതിപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു.
പിന്നെ എൻ്റെ അനിയത്തിക്ക് സീഷർ വരുമായിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ട് അന്ന് തന്നെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചന്ന് തന്നെ അനിയത്തിനെ എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ സീഷറിൻ്റെ പേരിലുണ്ടായിരുന്നു. അപ്പോൾ സീഷർ പിന്നെ 3 വർഷമായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല, ഇതുവരെ ഇപ്പോഴും വന്നിട്ടില്ല. കൊച്ചിനൊരു ഒരു കുഴപ്പവും കൂടാതെ കൊച്ചു പോകുന്നു. പിന്നെ അനിയത്തിക്ക് തലയുടെ അവിടെ മുഴയുണ്ടായിരുന്നു ബാക്കിലായിട്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം ഞങ്ങളത് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ തൊട്ട് ഞങ്ങളത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിൻ്റെ മുഴ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. പിന്നെ എൻ്റെ അമ്മാമ്മയ്ക്ക് കാലുവേദന ഉണ്ടായിരുന്നു, കാലുവേദനയും കൈവേദന ഉണ്ടായിരുന്നു. അമ്മാമ്മ പ്രാവശ്യം വീണേൻ്റെ ഇതായിട്ട് കൈവേദന ഉണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ അമ്മാമ്മ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒക്കെ ഞാൻ തൈലം എടുത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മാമ്മയ്ക്ക് ഇപ്പോൾ വേദന കുറവുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തേക്കുന്നത് ഞങ്ങൾ പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും വഴിയരികിൽ നിൽക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു യാത്ര പോവുകയാണെങ്കിൽ അവിടെ പാവപ്പെട്ടവർ കാണുമ്പോൾ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ പത്രം കൊടുക്കുന്നത് ഇപ്പോൾ വേളാങ്കണ്ണി പോവുകയാണെങ്കിൽ വേളാങ്കണ്ണി കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ആയാലും പത്രം കൊണ്ടുപോയി കൊടുക്കും. ഞാനിപ്പോൾ എനിക്ക് വിസ കിട്ടുകയാണെങ്കിൽ ഞാൻ 9 കെട്ട് പത്രം ഞാൻ കൊടുക്കാമെന്ന് നേർച്ച തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 9 കെട്ട് പത്രം കൊടുക്കും. പിന്നെ എൻ്റെ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകാൻ പറ്റി. എപ്പോഴും ഞാൻ അമ്മേനെ കണ്ടിട്ടുണ്ട്, അമ്മ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ പ്രാർത്ഥിക്കാനെ കൂടുതലും സംസാരിക്കും മാതാവിനായിട്ട്. അപ്പോൾ എനിക്കും അങ്ങനെ ഞാനും അങ്ങനെ കണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് മാതാവിനായിട്ട്. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. പിന്നെ എനിക്ക് വിസ കിട്ടാണ്ട് ഇങ്ങനെ വൈകിയപ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഞാൻ എൻ്റെ പാസ്പോർട്ട് വെച്ച് ദിവസവും കൃപാസനത്തിൽ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞതിന് ശേഷം കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റി. ഇപ്പോൾ വിസ കിട്ടി. മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. 71 സങ്കീർത്തനം 16 തിരുവചനമാണ്. സ്നേഹ സിജോ ഈ മകൾക്ക് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ദൈവിക അനുഭവങ്ങൾ അതാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. താൻ വിദേശത്തേക്ക് പോകണം, 8ാം ക്ലാസ് തൊട്ടേ തൻ്റെ ഒരു ആഗ്രഹമാണ് പുറത്തു പോയി പഠിക്കുക. അതിന് വന്നിരുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങളുടെ ഇടയിൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതും, പിന്നീട് ഉടമ്പടിയിൽ ഒത്തിരി അതായത് ഉടമ്പടി ഒന്ന് ഉഴപ്പാനൊക്കെ തുടങ്ങി. അതിനുശേഷവും പിന്നീട് ഉടമ്പടി ജീവിതം ഏറ്റവും കൃത്യതയോടെ എന്ന് തന്നെ പറയാം അങ്ങനെ ജീവിച്ച് ഈശോയുടെ കയ്യിൽ നിന്ന് ഓരോന്ന് വാങ്ങിച്ചെടുക്കുകയാണ് ഓരോ കുഞ്ഞുങ്ങളും. 18 വയസ്സുള്ള ഈ മകള് തൻ്റെ ജീവിതത്തിൽ ഇന്ന് എത്രമാത്രമാണ് കർത്താവിന് വേണ്ടിയിട്ട് തൻ്റെ സമയവും ആരോഗ്യവുമൊക്കെ ചിലവഴിക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനസ്സൊക്കെ എങ്ങനെ ഇന്ന് ഈ മകൾക്കും അതുപോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന പല കുഞ്ഞുങ്ങൾക്കുമൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അവരുടെ ജീവിതത്തിൽ അവരിതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും അവർ നേരിട്ട് അനുഭവിക്കുകയാണ്. തങ്ങൾക്ക് തടസ്സമെന്ന് തോന്നിയിരുന്ന പല കാര്യങ്ങളും പിന്നീട് തടസ്സമല്ലാതാകുമ്പോൾ അതിന് അവർ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളാണ് അവരവിടെ കാണുക. ഉടമ്പടി അതിന് ഈ മക്കളെ ഒരു ശക്തിയായിട്ട് ഇവരുടെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പേഴ്സണൽ ലൈഫിലും അതുപോലെ കുടുംബ പ്രാർത്ഥന, അതിനൊന്നും ഒരു താല്പര്യം കാണിക്കാതിരുന്ന ഒരു അവസരങ്ങളൊക്കെ തങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വീഡിയോ കോൾ വഴി പോലും കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കുന്ന തൻ്റെ പപ്പയും അതുപോലെ കുടുംബ പ്രാർത്ഥന അല്പം താമസിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയോ ചെയ്യേണ്ടി വന്നാൽ തങ്ങളായിരിക്കുന്ന വെഹിക്കിളിൽ ഇന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു മുൻപ്
അവർ മറ്റു പല കാര്യങ്ങളുമാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അതൊക്കെയാണ് തങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും വളരെ ചെറിയ അല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈ മകളുടെ വിസ കിട്ടിയതും തനിക്ക് ഇന്ന് വിദേശത്തേക്ക് പോകുവാനായിട്ടൊക്കെ കഴിയുന്നതും അതെല്ലാം വലിയ കാര്യങ്ങൾ തന്നെയാണ്, നല്ല കാര്യങ്ങളുമാണ്. എന്നാൽ ജീവിതത്തിൽ മങ്ങലേൽക്കാത്തത് അവർക്ക് കിട്ടിയ ദൈവാനുഭവം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ അവർക്കുണ്ടായ ആ ഒരു പ്രത്യേകപരമായ ഒരു ഉണർവ് തന്നെയാണ്. അങ്ങനെ തൻ്റെ അനുജത്തിയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. സ്കോളർഷിപ്പ് ലഭിക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും സ്കോളർഷിപ്പോടുകൂടി തനിക്ക് എങ്ങനെ പഠിക്കുവാനായിട്ടുള്ള വഴികൾ തെളിഞ്ഞു. ലോണിൻ്റെ കാര്യം, അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ, എന്തിനും ഏതിനും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക, കാശ് രൂപവും കൊണ്ടുപോയി തൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റുന്ന ആ അമ്മ മാതാവ് മാറ്റുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാവുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കൃപ ലഭിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഇന്ന് ഓരോ യുവജനങ്ങളും കൃപാസനത്തിൽ വരികയാണ്. വന്ന് തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തീർച്ചയായും ഇവരിലൂടെ ഇവരുടെ കുടുംബം അനുഗ്രഹീതമാകും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകൾ, ഉടമ്പടി ധ്യാനങ്ങൾ, അതൊക്കെ എത്രമാത്രമാണ് ഇന്ന് യുവജനത ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നു. അതിലൂടെയൊക്കെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയൊക്കെ ഈ മക്കൾക്ക് കിട്ടുന്ന കൃപകൾ നമുക്ക് കരങ്ങളടിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി.